ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഈ പറഞ്ഞ +1 വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ് സീക്വൻസ് ആൻഡ് സീരീസ് +1 മാത്തമാറ്റിക്സ്. അപ്പോൾ അതിൽ എന്താണ് ഞാൻ ആക്ച്വലി എൻ്റെ കയ്യിൽ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ എന്ത് ചെയ്യുക, അടുത്തൊരു പാർട്ടിൽ ഇനി 2 പാർട്ടിലോട് ഞാൻ ഈ പാഠം തീർക്കുമോ, അടുത്ത പാർട്ടിൽ വരാൻ സാധ്യത NCERT എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ടെക്സ്റ്റിലാണ്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഏതായാലും ഈ എക്സസൈസ് 9.1 ഡിലീറ്റഡ് ആണ്. ആക്ച്വലി ഇത് ഓൾഡ് സിലബസിന് അടിസ്ഥാനമാക്കിയില്ല. കാരണം AP എന്ന് പറയുന്ന അർത്ഥമെറ്റിക് പ്രോഗ്രഷൻ നിങ്ങൾക്ക് ഇപ്പം പഠിക്കാനില്ല. ഫസ്റ്റ് സെക്ഷൻ ഞാൻ നേരെ സ്കിപ്പ് പഠിക്കണം, കാരണം അധികം അങ്ങ് പഠിക്കാനും ഇല്ല. അപ്പോൾ അതിനെക്കൊണ്ട് കാര്യമില്ല, AP എന്തായാലും എക്സാമിന് വരില്ല. പിന്നെ എക്സസൈസ് 9.3 ആണ് നിങ്ങൾ പഠിക്കുന്ന GP എന്ന് പറയുന്നത്, ജോമെട്രിക് പ്രോഗ്രഷൻ. അപ്പോൾ അതിൽ ഞാൻ ടോട്ടലി ഈ പാഠത്തിൽ 9 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തില്ല. നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് സ്ക്രീൻഷോട്ട് എടുക്കാൻ അവസരം തരാം. അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഈ ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. അതിൻ്റെ ബാക്കി ഇത് ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഈ ഒരു 4ാമത്തെ ക്വസ്റ്റ്യൻ നല്ലൊരു രസമില്ല ക്വസ്റ്റ്യൻ പോലെ ഉണ്ട്, ഇതും സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഈ ഒരു 7ാമത്തെ 8ാമത്തെ നിങ്ങൾ എന്താണ് ചെയ്തിട്ടുണ്ടോ? ഇത് ആക്ച്വലി എളുപ്പമുള്ള ക്വസ്റ്റ്യൻ, പക്ഷേ ഇങ്ങനെ ഡെസിമൽ വരുന്നുണ്ട് നിങ്ങൾ ചിലപ്പം കൺഫ്യൂസ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും ഇതാ, പിന്നെ √7 ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനും സ്ക്രീൻഷോട്ട് എടുക്കാം. ഇതിലായിരിക്കും ചിലപ്പോൾ എക്സാമിന് ഇനി വരാൻ പോകുന്നത്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാം. അതിൻ്റെ 8ാമത്തെ ക്വസ്റ്റിൻ്റെ ബാക്കിയിൽ ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഇതെല്ലാം എക്സാമിന് എപ്പോഴും സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇനിയിപ്പോൾ അതുമാരെങ്കിലും കയ്യിൽ നിന്ന് ആൻസർ ഇല്ലെങ്കിൽ ഇതാ സം ഇത്ര, പ്രൊഡക്റ്റ് ഇത്ര, ഫൈൻ കോമൺ ടേം ആൻഡ് റേഷ്യോസ് എന്നെല്ലാം പറയുന്നത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയത്. പക്ഷേ എന്നാൽ പോലും നമ്മൾ ചില ആൾക്കാരുണ്ടാവില്ല അനാലിസിസ് ഒന്നും മെറ്റീരിയൽസ് ഒന്നും കയ്യിലില്ലാത്ത, അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇതിൻ്റെ ബാക്കി ഇതാ ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയത്, അത്യാവശ്യം ലെങ്തി ആണ്, പക്ഷേ ഈസിയാണ്. സ്ക്രീൻഷോട്ട് എടുക്കാം. അതേപോലെ ഈ 13ാമത്തെ ക്വസ്റ്റിന് ഹൗ മെനി ടേംസ് ഇതായിട്ടാണോ നിങ്ങൾ എക്സാമിന് വന്നത്, ഇത്ര ഇതിൻ്റെ GPR നീഡഡ് ടു ഗിവ് സം ഇത്ര എന്നും പറഞ്ഞിട്ട് ഈ ക്വസ്റ്റിന് ആൻസർ അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടുത്തെ വരെ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കാം. ഇതിൻ്റെ മെത്തേഡ് പഠിച്ചു നോക്കുന്നില്ല. ഇതിൻ്റെ മെത്തേഡ് ആണെങ്കിൽ ഇതിൽ ബേസിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമ്പർ മാത്രമല്ല ഓർക്ക് മാറ്റാൻ പറ്റും, മെത്തേഡ് മാറ്റാൻ പറ്റില്ലല്ലോ. സ്ക്രീൻഷോട്ട് എടുക്കാം. ഈ ഒരു 14ാമത്തെ ക്വസ്റ്റിന് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. അതിൻ്റെ ബാക്കി ഇത് ഇവിടുത്തെ വരെ കൊടുത്തിട്ട് ഇതും സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഈ ഒരു 16ാമത്തെ ക്വസ്റ്റ്യൻ നല്ല അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻ പോലെ ഉണ്ട്, ഇതും സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ബാക്കി ഞാൻ കാണിച്ചാൽ ഇത് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇത് ഇവിടുത്തെ വരെ, ഇതും ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ നോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടോ, പക്ഷെ എന്നാലും ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടി ഈ ക്വസ്റ്റ്യനും സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. പ്രൂവ് ദാറ്റ് XYZ ആർ ഇൻ GP. അതല്ല എൻ്റെ 4th 10th ടേം 16, അത് 4th 10th 16 ടേംസ് ആർ ഇൻ എന്താണ് GP ആർ റെസ്പെക്റ്റീവ്ലി XYZ. പ്രൂവ് ദാറ്റ് ദീസ് 3 ടേംസ് ആർ ഇൻ GP. അപ്പോൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ചെയ്യാലോ. ഇതൊക്കെ ട്വിസ്റ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പോലെ. ഈ 19ാമത്തെ ക്വസ്റ്റ്യനും സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഈ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ക്വസ്റ്റ്യന് എക്സാമിന് ചിലപ്പം എന്താണ് അൾട്രാ ടഫ് ആവണമെങ്കിൽ വരും. അത്യാവശ്യം നല്ല സംഭവം പണിയുണ്ട്. കാരണം ഇതെല്ലാം ഇതെല്ലാം നിങ്ങളുടെ ഒരു ചെറിയൊരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയപ്പോൾ മൊത്തം തെറ്റി. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഈ ക്വസ്റ്റ്യൻ കൈകാര്യം ചെയ്യാം. ഇതാണ് ക്വസ്റ്റ്യൻ, ഇത് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഈ ഒരു ഇൻസേർട്ട് 2 numbers between 3 and 81 സോ ദാറ്റ് റിസൾട്ടിങ് സീക്വൻസസ്, ഇത് ചിലപ്പോൾ എക്സാമിന് വരാൻ ചാൻസ് ഇല്ല ക്വസ്റ്റ്യനാണ്. ഇതും സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതിനെ മെത്തേഡ് പഠിച്ചു നോക്കുക. 26ാമത്തെ ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഇത് കുറച്ച് അൾട്രാ ലെവൽ ടഫ് ക്വസ്റ്റ്യൻ ആയത്, വളരെ എൻട്രൻസ് ലെവലിൽ ആവശ്യമില്ല ഒരു ക്വസ്റ്റ്യൻ ആയത്. ഇത് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രൂഫ് ഒന്ന് പഠിച്ചു നോക്കുക. എനിക്ക് എന്തോ എൻ്റെ പേടിയും മനസ്സിൽ വരുന്നുണ്ട് ഇത് എക്സാമിന് വരുന്നില്ലത്. അതായത് മറ്റേ എന്താണ് ഇത് 2 പാഠങ്ങൾ ക്ലബ് ഉണ്ട്, ഏതല്ലോ മറ്റേ സീക്വൻസ് ആൻഡ് സീരീസും പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഇതിൻ്റെ ലെഗ് സ്ക്വയർ, അതായത് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സും തമ്മിൽ, അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ചാപ്റ്റർ തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഇത് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇതാ ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് കംപ്ലീറ്റ്. ഈ ഒരു സെലക്ടഡ് എക്സാംപ്ലറിലെ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയത് എ കാർപ്പൻറ്റർ വാസ് ഹയർഡ് ടു ബിൽഡ്. ഇത് ആക്ച്വലി റിയൽ ലൈഫ് ക്വസ്റ്റ്യൻ ആയത്. അതായത് ഒരു ആശാരി പണിക്കാരന് ഈ ഒരു സീക്വൻസ് സീരീസിൻ്റെ ആവശ്യമുണ്ട് ഒരു പണി ചെയ്യുന്ന സമയത്ത്. ടു ബിൽഡ് 192 എന്താണ് വിൻഡോ ഫ്രെയിംസ്. നമ്മളെ വിൻഡോൻ്റെ സാധനമില്ലടോ, നമ്മളെ ഏത് മരത്തിൻ്റെ സാധനം. അപ്പോൾ ദ ഫസ്റ്റ് ഡേ ഹി മേഡ് 5 frames. ആദ്യത്തെ ദിവസം 5 ഫ്രെയിം. ആൻഡ് ഈച്ച് ഡേ ദർ ആഫ്റ്റർ ഹി മേഡ് 2 more frames ദാറ്റ് ഹി മേഡ് ദ ഡേ ബിഫോർ. അപ്പോൾ ഓരോ ദിവസം കൂടുന്നതോറും എന്താണ്, ഇപ്പോൾ ഇയാൾ 5 ആണ്, പിന്നെ അടുത്ത ദിവസം 2 കൂടി 7, പിന്നെ 9, പിന്നെ എത്ര 11, അങ്ങനെ സീക്വൻസ് പോകണമാണ്. ഹൗ മെനി ഡേയ്സ് ഡിഡ് ഇറ്റ് ടേക്ക് ഹിം ടു ഫിനിഷ് ദ ജോബ്. അപ്പോൾ ഇത് എന്ത് ചെയ്യണം, നിങ്ങൾ കണ്ടുപിടിക്കണം. എത്ര ദിവസം കൊണ്ട് ഇയാൾ കംപ്ലീറ്റ് 192 വിൻഡോ ഫ്രെയിംസും തീർക്കുന്നത്. നല്ല ക്വസ്റ്റ്യൻ ആയത്, എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻ എന്ന് വിശേഷിപ്പിക്കുക. എൻട്രൻസിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയത്. നമ്മൾ ഇത് ജെയ് പോലത്തെ ലെവലല്ല, കീമിലെല്ലാം ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് മുൻപ്. ജെയിന്ന് ഇത്ര എളുപ്പം, അതായത് ജെയിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്, LKG ആണ്. പക്ഷേ നിങ്ങൾക്ക് സംബന്ധിച്ചതിൽ ഭയങ്കര നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. സ്ക്രീൻഷോട്ട് എടുക്കുക. ഇത് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം
എന്താണ് ഇത് എന്തായാലും എക്സാമിന് വരാൻ ചാൻസ് ഒരു 0.0000 മാത്രമേ ഉള്ളൂ. പക്ഷേങ്കിൽ എക്സാമിന് ചിലപ്പം വന്നാലോ, അതുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇതാ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മറ്റേ സീക്വൻസ് ആൻഡ് സീരീസ് വളരെ 5+55+5555+, സം അപ് ടു എൻ ടേംസ് എല്ലാം അതുപോലത്തെ ഈസി ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം എന്താണ് സീക്വൻസ് ആൻഡ് സീരീസിന്റെ യഥാർത്ഥ പവർ എന്നില്ല നിങ്ങൾക്ക് അറിയാണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നിങ്ങൾ ഇതൊന്നും കാണാതെ ആയിരിക്കും, ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇതെല്ലാം റിയൽ ലൈഫിൽ ബന്ധപ്പെട്ട് ഇത് കണ്ട മറ്റേ ആനുവൽ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ടഡ്, നമ്പർ ഓഫ് ബാക്ടീരിയ. അപ്പോൾ ഇതെല്ലാം എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണെന്നില്ല ബോധത്തിൽ പഠിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 30 ഓഫ് എക്സസൈസ് 9.3. എ നമ്പർ ഓഫ് ബാക്ടീരിയ ഇൻ എ സർട്ടൻ കൾച്ചർ. കൾച്ചർ എന്ന് പറയുന്നത് നമ്മളെ എന്താണ് ഈ പറഞ്ഞ നമ്മളെ നോർമൽ കൾച്ചർ അല്ല, ഏതാണ് നമ്മൾ ഈ പറഞ്ഞ ബയോളജി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടേമാണ്. ഇറ്റ് ഡബിൾസ്, അത് എന്താണ് 1 2 ആവും 2 4 ആവും. നിങ്ങൾക്കറിയാലോ എന്താണ് റീപ്രൊഡക്ഷൻ. എവറി അവർ, ഒരു അവർ കൂടുന്നവരും അത് ഡബിളായി മാറുന്നുണ്ട് ബാക്ടീരിയ. ബയോളജിക്കാർക്ക് ഞാൻ പറയുന്ന സംഭവം നല്ലോണം വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ടോ. ഇഫ് ദർ വെർ 30 ബാക്ടീരിയ പ്രസന്റ് ഇൻ കൾച്ചർ, അതായത് തുടക്കത്തിൽ 30 ബാക്ടീരിയ ഉണ്ടേനു. ഹൗ മെനി ബാക്ടീരിയ വിൽ ബി പ്രസന്റ് അറ്റ് എൻഡ് ഓഫ് സെക്കൻഡ് അവർ, ഫോർത്ത് അവർ ആൻഡ് nth അവർ. അപ്പോൾ ജനറൽ കേസായിട്ട് nth അവറിൽ ഞാനിപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു 24th അവറിൽ ഞാൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഈ nth അവറിൽ ഒരു ജനറൽ എക്സ്പ്രഷൻ കൂടി കണ്ടുപിടിക്കണം. പിന്നെ എന്തെല്ലാം കണ്ടുപിടിക്കണം, സെക്കൻഡ് അവറും ഫോർത്ത് അവറിൽ എത്ര ബാക്ടീരിയ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഇതെങ്ങനെയാണ് സീക്വൻസ് ആൻഡ് സീരീസ് വെച്ചിട്ട് ചെയ്യുക. ഫസ്റ്റ് ടേം എ എന്ന് പറയുന്നത് 30 ബാക്ടീരിയ. കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 6. കാരണം എന്താ, 2 വെച്ചിട്ട് ഡബിൾ ചെയ്യുന്നത്. അപ്പോൾ കോമൺ റേഷ്യോ 6. ബാക്ടീരിയ പ്രസന്റ് ആഫ്റ്റർ, ഇത് എളുപ്പത്തിൽ ചെയ്യാലോ. ബാക്ടീരിയ പ്രസന്റ് അവർ സെക്കൻഡ് അവർ എന്ന് പറയുമ്പോൾ അതായത് A2 അല്ലേ കണ്ടുപിടിക്കണം. അതായത് A ഇൻറ്റു ഈ പറഞ്ഞ എന്താ R². അപ്പോൾ A ഇൻറ്റു R² എന്ന് പറയുമ്പോൾ 30 × 2², 30 × 4 120. സിമ്പിൾ. ബാക്ടീരിയ പ്രസന്റ് അവർ ഫോർത്ത് അവർ AR⁴, 30 × 2⁴, 30 × 16 480. സിമ്പിൾ. ഇത് ആക്ച്വലി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേങ്കിൽ സംഭവം ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ എന്താ പറയുക വലിയ എന്തോ സംഭവം ആയിരിക്കും. ബാക്ടീരിയ പ്രസന്റ് അവർ nth അവർ AR⁴, അപ്പോൾ 30 × 2⁴, അപ്പോൾ 30 × 2⁴. അപ്പോൾ എനിക്കിപ്പോൾ എന്നെ 24th അവർ കണ്ടുപിടിക്കൽ എന്നിനെ 24 ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസർ കിട്ടിക്കോളൂ. ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതായിട്ട് തന്നെ ഞാൻ എന്തായാലും ഇന്ന് 3 ക്വസ്റ്റ്യൻസ് തന്നെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞാൽ ഇനി 3 ക്വസ്റ്റ്യൻ കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ അടുത്ത ആഴ്ച എനിക്ക്, കാരണം ഇനി ഇത് ഷെഡ്യൂൾ ഭയങ്കര ടൈറ്റ്, ഇതിനി ചെയ്യാനുള്ള സമയം ഇനിയിപ്പോൾ ഈ ഒരു ആഴ്ച ഇനി ഉണ്ടാവില്ല, അടുത്ത ആഴ്ച സംശയമാണ്. അത് അതിന് കഴിഞ്ഞ മാർച്ച് ഫസ്റ്റ് വീക്കിലേക്ക് ഞാൻ ഇതുമായിട്ട് ഇനി തിരിച്ചു വരിക. ആ ദിവസം ഞാൻ എന്താണ് NCERT എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും ടെക്സ്റ്റ് ബുക്കിലില്ല. പിന്നെ ഞാൻ ബാക്കി വെച്ചൊരു 3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അതോടുകൂടി പാടും തീർന്നു. തൽക്കാലത്തേക്ക് 31 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. വാട്ട് വിൽ ₹500 അമൗണ്ട്സ് ഇൻ ടു 10 year ആഫ്റ്റർ ഇറ്റ്സ് ഡെപ്പോസിറ്റ് ഇൻ എ ബാങ്ക് വിച്ച് പേസ്. അപ്പോൾ 500 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് 10 കൊല്ലം കൊണ്ട് എന്താവും, അതിൽ എത്ര പൈസയാവും. വിച്ച് പേസ് ആനുവൽ ഇൻട്രസ്റ്റ് അറ്റ് റേറ്റ് ഓഫ് 10% കോമ്പൗണ്ടഡ് ആനുവലി. ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10%. അപ്പോൾ 10 ഈ പറഞ്ഞ ഇയർ കഴിഞ്ഞാൽ ഇയാളെ പൈസ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ലെറ്റ് A be the amount, P be the principal, R be the small letter r be the rate of interest and T be the time period in years. Then amount A is given with an actually ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഒരു ഫിനാൻഷ്യൽ കാൽക്കുലേഷൻ എഴുതിയിട്ടില്ല. അതായത് amount is equal to P into principal into 1 plus R interest divided by 100 whole raised to T, അതായത് ടൈം ഓഫ് പീരീഡ്. അപ്പോൾ പ്രിൻസിപ്പൾ എത്രയാണ്, 500. പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന എമൗണ്ട്. അപ്പോൾ 500 into 1 plus റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10 ഡിവൈഡ് ബൈ 100. അപ്പോൾ എന്താ, ഹോൾ റേസ്റ്റ് എന്തുണ്ട്, നമ്മൾ ടൈം പീരീഡ് എത്ര, 10 years 10. ഇത് കംപ്ലീറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് എന്താണ് 1/10 എന്ന് പറയുന്നത് 0.1. 500 into 1 plus 1/10 എന്ന് പറയുമ്പോൾ 1 plus 0.1. അപ്പോൾ 500 into 1.1 raised to 10. നിങ്ങൾ വിചാരിക്കുന്നത് ചെറിയ നമ്പർ, ഇത് ചെറിയ നമ്പർ എന്നല്ല. ഇത് 1.1 raised to 10 എന്ന് പറയുമ്പോൾ എന്താണ്, അത് അത്യാവശ്യം വളരെ എന്താണ് കുറച്ചും കൂടി നമ്മൾ ഇപ്പോൾ എന്താണ് 1 raised to 10 എന്ന് പറയുമ്പോൾ ജസ്റ്റ് 1 വരും. പക്ഷേ 1.1 raised to 10 എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി ഒരു വലിയൊരു നമ്പർ ആയിരിക്കും. അപ്പോൾ അത് ഇൻറ്റു 500 ചെയ്യുന്നപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, നമ്മളെ വാല്യൂ എന്ത് ചെയ്യും, നല്ല രീതിക്ക് കൂടും. അപ്പോൾ ജസ്റ്റ് 500 എന്നില്ല, 500 into 1, അപ്പോൾ 500. നമ്മൾ കൊടുത്ത പൈസ 10 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെയും 500 rupees തന്നെയാണ് തിരിച്ചു കിട്ടുന്നത്. അങ്ങനെയല്ല, ഈ 1.1% എന്തുണ്ട്, ആ ഒരു ഇൻക്രിമെൻറ്റ് വരുന്നുണ്ട്. അത് 10 കൊല്ലം ആകുമ്പോഴത്തേക്ക് ആ 10നെ കൊണ്ട് എന്ത് ചെയ്യുക, പവർ ആയിട്ട് എടുക്കുക. അപ്പോൾ കിട്ടുന്ന എനിക്ക് ഈ 1.1 raised to 10 വാല്യൂ എനിക്ക് എത്രയാണെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും ഇത് നമ്മൾ കൊടുത്തതിനേക്കാൾ എന്തായാലും കുറച്ച് അധികം പൈസ നമുക്ക് തിരിച്ചു കിട്ടുക. എന്താണ് ഈ പറഞ്ഞ 10 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക്. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, ഈ ഒരു 32ാമത്തെ ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് ഇന്നത്തെ പാർട്ട് അവസാനിപ്പിക്കുക. ഇത് ആക്ച്വലി എൻട്രൻസ് ലെവലിലെല്ലാം ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. കീമിന് ഈ ക്വസ്റ്റ്യൻ, അതായത് നിങ്ങൾ കീമിനെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്തായാലും ഈ ക്വസ്റ്റ്യനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് arithmetic progression and geometric progression of roots of a quadratic equation are 8 and 5 respectively, then obtain the quadratic equation. നല്ല ക്വസ്റ്റ്യൻ ആണല്ലോ.
അതായത് എ എമ്മും ജി എം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എത്ര തന്നിട്ടുണ്ട്? ഈ പറഞ്ഞ എ എം എന്താണ് നമ്മൾ അർത്ഥമെറ്റിക് പ്രോഗ്രഷൻ 8 തന്നിട്ടുണ്ട്, ജി എം നമ്മളെ എന്താണ് ജോമെട്രിക് പ്രോഗ്രഷൻ 5 തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതായത് ഇപ്പോൾ ഒരു x² പ്ലസ് 2x പ്ലസ് 10 എല്ലാം പറയുന്ന ആ രീതിയിൽ നമ്മൾ ഫോം ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്, വി നോ ദാറ്റ് ഇഫ് റൂട്ട്സ് എന്താണ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആർ ഗിവൺ, ദെൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആർ x² മൈനസ് എന്താ സം ഓഫ് ദ റൂട്ട്സ്. അതായത് ഇപ്പോൾ എന്താണ് റൂട്ട്സ് ഇപ്പോൾ ഒരു ആൽഫ കോമ ബീറ്റ ആണെങ്കിൽ എങ്ങനെ എഴുതുക? x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ, അതായത് സം ഓഫ് ദ റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് എന്താ ആൽഫ ബീറ്റ. എടാ അതല്ലേ നമ്മൾ ആക്ച്വലി ഇപ്പോൾ എന്താണ് x² മൈനസ് ഒരു 5x പ്ലസ് 6. നമ്മളപ്പോൾ എന്താ നോക്കുക? ആഡ് ചെയ്താൽ -5 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടും. ഇതെല്ലാം നമ്മൾ പൊതുവെ സോൾവിങ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചെയ്യൽ. അവിടെ അതന്നെ സാധനം അതായത് ആഡ് ചെയ്യുമ്പോൾ രണ്ട് നമ്പേഴ്സ്, അതായത് -5 കിട്ടുമെന്ന് പറയുമ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു -5. അതാണ് ആക്ച്വലി റൂട്ട്സ് എന്ന് പറയുന്നത്. അതേപോലെ ആൽഫ ബീറ്റ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 6. ഇതന്നെ ആക്ച്വലി ഈ രണ്ട് റൂട്ട് തമ്മിൽ കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? -5 കിട്ടണം, മിഡിൽ ടേം കിട്ടണം. രണ്ട് ടേം തമ്മിൽ അതേ റൂട്ട്സ് തമ്മിൽ മൾട്ടിപ്ലൈ നമുക്ക് 6 കിട്ടണം. അപ്പോൾ അതേതെല്ലാം നമ്പേഴ്സ്? -2, -3. ഇപ്പോൾ ആൽഫയ്ക്കിലും -2, ബീറ്റയ്ക്കിലും -3. അതുപോലെ ഈ അർത്ഥമെറ്റിക് മീൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ആൽഫ എന്താണ്, ഇപ്പോൾ ഒരു ആൽഫ ബീറ്റ നമ്മൾ റൂട്ട്സ് എങ്കിൽ എന്താ നമുക്കറിയാം? ഈ പറഞ്ഞ x1 പ്ലസ് x2 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നതാണ് നമ്മൾ അർത്ഥമെറ്റിക് മീൻ. അത് എത്ര തന്നിട്ടുണ്ട്? 8. നമുക്ക് എന്താ വേണ്ടത്? ആൽഫ പ്ലസ് ബീറ്റ വേണ്ടത്. ഈ 2 അപ്പുറത്തോട്ടെ. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റയ്ക്കിൽ 16. യെസ്, വേണ്ട ഒരു സാധനം കിട്ടി. അതായത് ഇവിടെ എഴുതേണ്ട ഈ സാധനം കിട്ടി നമുക്ക്. ഓക്കെ, ഇനി എന്ത് വേണം? ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് റൂട്ട് എ ബി എന്നല്ല നമ്മൾ പഠിച്ചത്. അത്ര തന്നിട്ടുണ്ട് 5. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്? ഇപ്പോൾ ഒരു ആൽഫ ബീറ്റ എടുത്ത് നമുക്ക് എന്താ ഈ ആൽഫ ബീറ്റ മാത്രമുണ്ട്. അപ്പോൾ ഈ റൂട്ട് തട്ടിപ്പോണം, റൂട്ടിനെങ്കിലും ഭൂം അടിച്ചു പോകണം. അപ്പോൾ ഈ രണ്ട് സൈഡ് സ്ക്വയർ എടുത്ത് സ്ക്വയറും അടിച്ചു പോയി, സ്ക്വയറും സ്ക്രൂട്ടും അടിച്ചു പോയി. പിന്നെ ആൽഫ ബീറ്റ ഈക്വൽ 5 സ്ക്വയർ 25. ആൽഫ ബീറ്റ 25 കിട്ടി. ഇനി ജസ്റ്റ് സിമ്പിൾ ആണല്ലോ. ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ ഉണ്ടാക്കുക? x² മൈനസ് സം ഓഫ് ദ റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് ഈക്വൽ 0. അപ്പോൾ x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ ഈക്വൽ 0. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റയോട് 16 ഇട്ട് കൊടുക്കുക, ആൽഫ ബീറ്റ 25 ഇട്ട് കൊടുക്കുക. ആൻസർ ആയി x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ 16 ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ 25 ഈക്വൽ 0. അപ്പോൾ x² മൈനസ് 16x പ്ലസ് 25 ഈക്വൽ 0. കീമിനെ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആയത് സീക്വൻസ് ആൻഡ് സീരീസ് എന്ന്. കാണുമ്പോൾ ഭയങ്കര ടഫ് പോലെ ഉണ്ടാവും, പക്ഷേ ഇത്ര എളുപ്പത്തിൽ നമ്മൾ ചെയ്തത്. ഇതിൻ്റെ ഈ പറഞ്ഞ അർത്ഥമെറ്റിക് മീൻ എന്താണെന്നും ജോമെട്രിക് മീൻ എന്താണെങ്കിലും ബേസിക് ഐഡിയ ആണെങ്കിൽ ക്വസ്റ്റൻ ചെയ്യാൻ പറ്റും. പിന്നെ വേറെന്താ അറിയണം? ഈ ഒരു ഫോർമുല അറിയണം. x² മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് ഈക്വൽ 0 എന്ന് ഈ സാധനം കറക്റ്റ് അറിയണം, എന്നാൽ ഈ ക്വസ്റ്റൻ ചെയ്യാൻ പറ്റും. ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. ഇത്ര എളുപ്പമായിരുന്നില്ല ക്വസ്റ്റൻ ആയിരുന്നു ഇത്. എന്താണ് ചെയ്യാണ്ടിരിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. എൻട്രൻസ് ലെവലൊന്നും പറഞ്ഞിട്ട് ചെയ്യാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അല്ലാതെ എൻട്രൻസ് ലെവലൊന്നും പറഞ്ഞിട്ട് ഇതങ്ങ് സ്കിപ്പ് അടിക്കലല്ലേ. ഇതെല്ലാം നിങ്ങൾ ചെയ്യാൻ നിങ്ങളും ബാധ്യസ്ഥരാണ്. ഇത് അത്ര വലിയ ടഫ് ക്വസ്റ്റൻ ഒന്നുമില്ല. പക്ഷെ എന്താ നമ്മളിങ്ങനത്തെ ക്വസ്റ്റൻസിൻ്റെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാത്തുണ്ടാകുന്ന ബുദ്ധിമുട്ട് മാത്രം. അപ്പോൾ ഇതായിരിക്കും ഈ ക്വസ്റ്റൻ ആൻസർ. ഇതോടുകൂടിയിട്ട് ഇന്നത്തെ പാർട്ട് 1 അവസാനിച്ച് ഞാൻ പാർട്ട് 2 ബാക്കി കാര്യങ്ങൾ പറയുന്നതായിരിക്കും.